ഒരുപാട് പേര് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും എന്നോട് ചോദിച്ച കാര്യമാണ് ഡാവിഞ്ചി റിസോൾവിൽ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് സെറ്റിംഗ്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത്രയും നാൾ ഉപയോഗിക്കുന്ന സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഡെലിവർ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റെൻഡറിൻ്റെ സെറ്റിംഗ്സ് അത്രയും വരുന്നത്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഫയൽ നെയിമാണ്. അത് നിങ്ങൾക്കറിയാം, നമ്മളുടെ വീഡിയോ സേവ് ചെയ്യുമ്പോൾ ഏത് ഫയൽ നെയിമാണോ വരേണ്ടത് അതാണ് അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ലൊക്കേഷനാണ്. എന്ത് ലൊക്കേഷനാണ്? നമ്മുടെ വീഡിയോ എവിടെയാണ് എക്സ്പോർട്ട് ആവേണ്ടത്, അതായത് എവിടെയാണ് ഈ വീഡിയോ എക്സ്പോർട്ടായി സേവ് ആവേണ്ടതെന്നുള്ള ലൊക്കേഷനാണ് ഇവിടെ രണ്ടാമത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടാണ് നമ്മുടെ സെറ്റിങ്സ് മെയിനായിട്ട് തുടങ്ങുന്നത്. അവിടെ റെൻഡർ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ രണ്ട് ഓപ്ഷൻസ് വരെ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ ക്ലിപ്പ് എന്നും ഇൻഡിവിജ്വൽ ക്ലിപ്സ് എന്നും. ഇതിൽ സിംഗിൾ ക്ലിപ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ക്ലിപ്പുകൾ ഇട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്ലിപ്പ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിപ്പുകളെല്ലാം കൂടി നമ്മുടെ ടൈം ലൈനിൽ എത്ര ക്ലിപ്പുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടോ അത്രയും ക്ലിപ്പും കൂടി ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ വീഡിയോ ആയിട്ട്, ഓഡിയോ ഉൾപ്പെടെ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് ആ സിംഗിൾ ക്ലിപ്പ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലിപ്പ് എന്തായിരിക്കും മനസ്സിലായല്ലോ. നമ്മുടെ ഇതിലുള്ള ഇപ്പോൾ 10 വീഡിയോ ക്ലിപ്പിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തതെങ്കിൽ ഈ 10 വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ആവും. അതാണ് ഇൻഡിവിജ്വൽ ക്ലിപ്സ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സിംഗിൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് ടു വീഡിയോ എന്നുള്ളത് ഇവിടെ ടിക്ക് ഇട്ടിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഓഡിയോ മാത്രമായിട്ട് എക്സ്പോർട്ട് ആവും കേട്ടോ. ഇവിടെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ഓഡിയോ എന്നുള്ളത് ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ആവില്ല, അത് അതിലുണ്ടാവില്ല. വീഡിയോയുടെ ഔട്ട് വരുമ്പോൾ അതിൽ കാണില്ല. ഇപ്പം നമുക്ക് ഓഡിയോ വേണ്ടാത്ത വീഡിയോ ആണ്, വീഡിയോ മാത്രം മതിയെങ്കിൽ ഈ ഒരു എക്സ്പോർട്ടിൽ ഓഡിയോ അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. എക്സ്പോർട്ട് ഓഡിയോ എന്നുള്ളത് ടിക്ക് മാറ്റി കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആവില്ല. ഓക്കെ, നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് വീഡിയോ ടിക്ക് ഇട്ടേക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫോർമാറ്റ്. ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത്, ഏത് ഫോർമാറ്റ് കൊടുക്കണം. ഈ ഫോർമാറ്റ് കൊടുക്കേണ്ടത് സത്യത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഞാൻ കൂടുതലും പക്ഷേ യൂസ് ചെയ്യുന്നത് MP4 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ക്ലയൻസിന് കൊടുക്കുമ്പോൾ പലരും ഒരുപാട് മുമ്പൊക്കെ ഞാൻ വേറെ ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പലരുടെയും TV ഈ ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ MP4 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് യൂണിവേഴ്സലായിട്ട് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരുവിധപ്പെട്ട എല്ലാ ഡിവൈസുകളിലും മെയിനായിട്ട് TV-കളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ MP4 എന്ന് പറയുന്ന ഫോർമാറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എല്ലാം MP4-ലോട്ട് മാറ്റി തുടങ്ങിയത്. അപ്പം നിങ്ങൾ ഒരു വെഡ്ഡിങ് വർക്ക് ഒരു കസ്റ്റമറിന് പെൻഡ്രൈവിൽ TV-യിൽ ഇടാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായാലും നിങ്ങൾ MP4 ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ വരില്ല. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഈ കോഡൊക്കെ എന്ന് പറയുന്ന സംഭവം. ഈ കോഡ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് H.264-ഉം 265-ഉം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില TV-കളിൽ അല്ലെങ്കിൽ ചില ഡിവൈസുകളിൽ നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡൊക്കെ അതിൽ സപ്പോർട്ടാകണം. അപ്പോൾ ഈ 264 എന്ന് പറയുന്ന കോഡൊക്കെ ഒരുവിധപ്പെട്ട പഴയ TV-കളിലൊക്കെ സപ്പോർട്ടാവും. അത്രയും പഴയതല്ല, ഒരുവിധപ്പെട്ടതിലൊക്കെ സപ്പോർട്ടാവും. അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള TV-കളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ 265 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഫോർമാറ്റ് MP4-ഉം കോഡൊക്കെ എപ്പോഴും എന്തായിരിക്കണം, H.264 എന്ന് പറയുന്ന ഈ ഒരു കോഡൊക്കെ ആയിരിക്കണം. അപ്പോൾ അതാണ് ഒരു സേഫ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ്. അടുത്തത് എൻകോഡർ. ഈ എൻകോഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ അല്ലെങ്കിൽ നേറ്റീവ് എന്നുള്ള രണ്ടെണ്ണേ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരെണ്ണോടെ വരും. ഏതാണെന്നറിയോ? നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ഏതാണോ അതിൻ്റെ പേരും കൂടി എവിടെ വരും? ദേ ഇവിടെ ആയിട്ട് വരും. ഇതിപ്പോൾ ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ് ആ പേര് കാണിക്കാത്തത്. ഇപ്പം നിങ്ങൾ സ്റ്റുഡിയോ വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പേരെന്താണോ അതിവിടെ കാണിക്കും. പേരെന്നല്ല, ഇപ്പം NVIDIA എന്നും പറഞ്ഞിങ്ങനെ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പേരുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഗ്രാഫിക്സ് കാർഡ് തന്നെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ ഇടുവാണ്. അടുത്തതായിട്ട് ഉള്ളത് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും അതെന്തോ സംഭവം, ചെറിയൊരു സംഭവമല്ലേ, അത് ടിക്കിടാം അല്ലെങ്കിൽ ടിക്കിടാതെ വിടാം, എന്തുകൊണ്ടോ ചെയ്യാം. സത്യമാണ്, വേണമെങ്കിൽ ടിക്കിടാം, ടിക്കിടാതിരിക്കാം. നമ്മളിപ്പോൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്? വെഡ്ഡിങ് വീഡിയോ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ ഈ ടിക്ക് ഇടണം എപ്പോഴാണ്? നിങ്ങൾ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലോ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുക, അതായത് യൂട്യൂബിലോ നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ ഇടണം. കാരണം നമ്മുടെ വീഡിയോസിനെല്ലാം എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻഡെക്സ് എന്നൊരു സംഭവം ഉണ്ടാവും.
ഈ ഇൻഡെക്സ് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടില്ലെങ്കിൽ വീഡിയോയുടെ എൻഡിലായിരിക്കും വരാൻ പോകുന്നത്. ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൻഡെക്സ് ആദ്യം വരും. സത്യത്തിൽ നമ്മളൊരു ഡയറി എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഡയറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് എവിടെയാണ് വേണ്ടത്? ഏറ്റവും ഫ്രണ്ടിലല്ലേ വേണ്ടത്, അല്ലാതെ ഏറ്റവും അവസാനം കൊണ്ടുപോയി അതിൻ്റെ ഇൻഡെക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തപ്പാൻ പറ്റില്ല. അപ്പം അതിനകത്ത് എന്താണെന്ന് ഒന്ന് ഓടിച്ച് കാണിച്ചു തരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻഡെക്സ് ഈ വീഡിയോയുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയാണ് ഇതും. നമ്മളിവിടെ ടിക്ക് മാർക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡെക്സിനെ ഏറ്റവും അവസാനമായിരിക്കും വെച്ചേക്കണം. നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൻഡെക്സിനെ ഏറ്റവും ഫ്രണ്ട് വയ്ക്കും. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു വീഡിയോ. അപ്പോൾ ഒരാളത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഫുള്ള് ലോഡായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബഫറിങ് ഇല്ലാതെ സ്മൂത്തായിട്ട് വർക്കാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ബഫറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മനസ്സിലായോ? കാരണം ഇൻഡെക്സ് ഏറ്റവും അവസാനമാണ് കിടക്കുന്നത്, ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോൾ ഇത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെ വർക്കാവണമെന്നുള്ള ഫുൾ ഇൻഡെക്സ് അതിലുണ്ട്. അപ്പം വീഡിയോ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ലോഡാവുകയും ചെയ്യും. വീഡിയോ ഇങ്ങനെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കേണ്ടത് നിങ്ങളത് യൂട്യൂബിലോ എവിടെയെങ്കിലും ഇടാനാണ്, അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടിക്ക് മാർക്ക് ഇടാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, മിക്ക ഒരു സോഷ്യൽ മീഡിയകളും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിയില്ലെങ്കിലും അവരൊരു പ്രോസസ്സിങ് നടത്തിയിട്ട് ഈ ഇൻഡെക്സിനെ ഏറ്റവും മുകളിൽ കൊണ്ടുവരാൻ നോക്കും. കാരണം അവരുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പം ഇങ്ങനെ ഇത് ഓണാക്കാതെ എടുത്ത് യൂട്യൂബിലിട്ട വീഡിയോസ് ആയാലും ആൾക്കാർ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റിന് പ്ലേ ആയി പോകുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ യൂട്യൂബ് അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കംപ്രഷൻ നടക്കും. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ഇൻഡെക്സിനെ ഫ്രണ്ട് കൊണ്ടുവരും. പിന്നെ എന്തിനാണ് ഇത് ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. യൂട്യൂബിന് ആ പണി കൊടുക്കണ്ട, നമുക്ക് തന്നെ ഈ പണി അങ്ങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വെബ്സൈറ്റിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണ് വീഡിയോ എങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കിയിടുക. അടുത്തതായിട്ട് റെസൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈം ലൈൻ റെസൊല്യൂഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ടൈം ലൈനിൽ എന്താണോ കൊടുത്തിരുന്നത് അത് തന്നെ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്, 1080p അല്ലേ. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ നോക്കുക നമ്മുടെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് ചൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനാണെങ്കിൽ അതൊരു 4K എടുത്ത വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ 4K അപ്ലോഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അവന്മാർ അതിനെ ഫുള്ള് കംപ്രസ് ചെയ്ത് നശിപ്പിച്ച് തരും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അവന്മാരുടെ കറക്റ്റ് റെസൊല്യൂഷൻ എന്താണോ അതിൽ കംപ്രസ് ചെയ്ത് കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം റെസൊല്യൂഷൻ ചൂസ് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനും നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4K ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ടിവികളും ഡിവൈസുകളും കാണും. അവർക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ 4K എടുത്ത വീഡിയോ ആണെങ്കിൽ പോലും അതിനെ 1080p കംപ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് സപ്പോർട്ട് ആവില്ല. അപ്പോൾ 4K TV ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഈ റെസൊല്യൂഷൻ്റെ കാര്യത്തിലൊരു സെറ്റപ്പ് കൂടി പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 1080p ഇപ്പം എക്സാമ്പിൾ എൻ്റെ ഇത് തന്നെ പറഞ്ഞാൽ, സ്ക്രീൻ റെക്കോർഡ് പോലുള്ള വീഡിയോസ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഫക്റ്റ് ഒക്കെ കൂടുതലും വരുന്ന വീഡിയോ ഒക്കെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1080p സ്ക്രീൻ ആണെങ്കിൽ പോലും ഇവിടെ റെസൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അൾട്രാ HD ഉണ്ടാവും, അതായത് 4K. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പം ഞാൻ 1080p ആക്കാം. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനൊരു ഉപയോഗം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യൂട്യൂബിന് ചെറിയ കംപ്രഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 4K ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്രഷൻ ഭയങ്കര മോശമാവില്ല. അതായത് അതിലുള്ള ടെക്സ്റ്റുകളും ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ട് കാര്യം എന്ന് പറയുന്നത്. ഞാനും അത് അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വരും നമുക്ക്. പിന്നെ തൊട്ട് താഴെയായിട്ട് യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ. ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ തിരിച്ച് കുത്തനെയുള്ള പോർട്രേറ്റ് വീഡിയോ ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നുള്ളത്. ഇതിവിടെ ഓണായി കിടപ്പില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ടൈം ലൈനിൽ അത് മാറ്റിയിട്ടില്ല എന്നാണ്. സെറ്റിങ്സിനകത്ത് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ടൈം ലൈൻ ഫോർമാറ്റിൽ ഇവിടെ നിങ്ങളത് എനേബിൾ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഇവിടെ ഞാൻ വേറെ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് അത് ഓൺ ആയത് കേട്ടോ. ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ 4Kയിലോട്ട് മാറ്റിയിട്ടല്ലേ തിരിച്ച് HD ആക്കിയത്, അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഓൺ ആക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇത് ഓൺ ആക്കും, കാരണം നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെർട്ടിക്കൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓൺ ആക്കിയിട്ടല്ലേ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സെറ്റിങ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെർട്ടിക്കൽ വീഡിയോ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ക്രീൻ ആക്കിയതിന് ശേഷം വേണം വെർട്ടിക്കൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തായിട്ട് ഫ്രെയിം റേറ്റ്. ഈ ഫ്രെയിം റേറ്റ് ടൈം ലൈൻ ഫ്രെയിം റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത് തന്നെ കൊടുക്കണം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനായിട്ട് നമ്മുടെ ടൈം ലൈനിൽ നമ്മളൊരു 24 ഫ്രെയിം പെർ സെക്കൻഡിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ വന്നിട്ട് അത് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഓൾറെഡി ടൈം ലൈനിൽ സ്ലോ മോഷൻസ്,
അതുപോലെ സ്പീഡ് റാമ്പുകൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ വന്ന് ആ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ടൈം ലൈനിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന അതേ ഫ്രെയിം റേറ്റ് വേണം ഇവിടെയും ചൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇനി അടുത്തതായിട്ടുള്ളത് എൻകോഡിംഗ് പ്രൊഫൈൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഹൈ തന്നെ വെക്കണം എന്നുള്ളത്. ഓട്ടോ, ബേസ്, മെയിൻ, ഹൈ, ഇതൊക്കെ ക്വാളിറ്റിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. ബാക്കിയുള്ള ഇത് ഇത്ര ഇങ്ങനെ തന്നെ ഡിഫോൾട്ടായിട്ട് കിടന്നോട്ടെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ടൈം പോരാതെ വരും. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് പ്രീസെറ്റ്. ഈ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഉണ്ട്, ബാലൻസ്ഡ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ക്വാളിറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെർഫോമൻസ് ഇട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇതിൽ കിടക്കുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ പഴയ വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ക്വാളിറ്റി എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് പിന്നെ തലവേദനയില്ല. അല്ലെങ്കിൽ നിങ്ങളിവിടെ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ബിറ്റ് റേറ്റിൻ്റെ അളവൊക്കെ കൊടുക്കണം. അത്രയും മെനക്കെടാൻ നിൽക്കേണ്ട. ജസ്റ്റ് ക്വാളിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാവിഞ്ചി തന്നെ അതിനുള്ള പണിയൊക്കെ എടുത്ത് അതിനെ കിടിലൊരു ബിറ്റ് റേറ്റിലാക്കി സാധനം തന്നോളൂ. പിന്നെ ഉള്ളത് ക്വാളിറ്റി. അതും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇവിടെ ഹൈ, മീഡിയം, ലോ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ക്വാളിറ്റിയിൽ വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ള ഈ ഒരു സംഭവത്തിൽ ഞെക്കി കൊടുക്കാം. ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ഫയൽ നെയിം മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഓൾറെഡി അതുണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഫയൽ നെയിം വേണമെങ്കിൽ നമുക്ക് ഇവിടെ 0101 എന്ന് ചുമ്മാ ഒന്ന് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആഡ് ടു റെൻഡർ ക്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വലത് വശത്തായിട്ട് നമ്മുടെ റെൻഡറിൻ്റെ ക്യൂ ഇവിടെ കാണാം. അതിലത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റെൻഡർ 1 എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയാണ് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ റെൻഡർ സെറ്റിങ്സിനെ പറ്റി നോക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ട്രിക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ധൈര്യമായിട്ട് ഇടാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.